10 പൈസ കിട്ടിയില്ല. ഏകീകരിച്ച കൂലി നൽകണമെന്നാവശ്യപ്പെട്ട് സപ്ലൈകോ വടകര ഡിപ്പോയ്ക്ക് മുന്നിൽ തൊഴിലാളികളുടെ പ്രതിഷേധം. സംയുക്ത തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിലാണ് ചുമട്ടുതൊഴിലാളികൾ പ്രതിഷേധിച്ചത്. സർക്കാർ നിശ്ചയിച്ച കൂലി നൽകണമെന്നാണ് ആവശ്യം. 2 മാസം മുൻപ് വരെ കൃത്യമായി ഈ തുക ലഭിച്ചിരുന്നു. എന്നാൽ പെട്ടെന്ന് ഇത് നിർത്തലാക്കുകയും ലോഡ് വരുന്നതിനനുസരിച്ച് മാത്രം കൂലി നൽകാമെന്ന് പറയുകയുമായിരുന്നു. ഇത് അംഗീകരിക്കാനാവില്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു. ബാക്കി എല്ലായിടത്തുമുള്ള പോലെ തന്നെ ഇവിടെയും സർക്കാർ ഉത്തരവ് പാലിക്കണമെന്നാവശ്യപ്പെട്ട CITU, STU, INTUC സംഘടനകളാണ് പാക്കിയിലെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചത്. ഇന്ന് ഞങ്ങൾ തൊഴിലെടുക്കുന്ന സ്ഥലത്ത് നിന്ന് തൊഴിൽ നിർത്തിവെച്ചാണ് ഇന്ന് AMN മുന്നിലേക്ക് സമരവുമായി വന്നിട്ടുള്ളത്. ഒരു വർഷക്കാലമായി സംസ്ഥാനത്ത് റേഷൻ മേഖലയുടെ കൂലി ഏകീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നു. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം 2019 എൻ്റെ ഓർഡർ പ്രകാരം 2025 19/6/2000 ഓർഡർ വന്നു. ആ ഓർഡറിൽ പറയുന്നത് സംസ്ഥാനത്തെ കൂലി ഏകീകരണത്തിൻ്റെ ഭാഗമായി എല്ലാ മേഖലയിലും കൂലി ഏകീകരിച്ചതിൻ്റെ ഉത്തരവ് വന്നു. ആ ഉത്തരവിൽ നമ്മുടെ വടകരയിൽ കൂലി നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂലി കിട്ടാത്തൊരവസ്ഥയും കാര്യങ്ങളാണുള്ളത്. സാധാരണ കൂലി ഏകീകരിക്കുമ്പോൾ എവിടെയാണോ ഉയർന്ന കൂലിയുള്ളത് ആ ഉയർന്ന കൂലി വെച്ചിട്ടാണ് ഏകീകരണം നടത്തേണ്ടത്. എന്നാൽ സപ്ലൈകോ ഉദ്യോഗസ്ഥന്മാരും മറ്റു ഉദ്യോഗസ്ഥരെ ചേർന്നുകൊണ്ട് ഞങ്ങളെ വഞ്ചിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് കൂലി കുറക്കുന്ന രീതിയിലുള്ള ഓർഡർ പ്രകാരമാണ് വന്നത്. അന്ന് ആ ഓർഡറിൽ കൃത്യമായി പറയുന്നുണ്ട്, ഏതെങ്കിലും മേഖലയിൽ കയറ്റിറക്കിൽ മെച്ചപ്പെട്ട കൂലി നിലനിൽക്കുന്നുവെങ്കിൽ അത് സംരക്ഷിക്കേണ്ടതാണെന്ന്. ആ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം 15 വരെ ഞങ്ങൾക്ക് ആ സംരക്ഷണം കിട്ടുകയും ആ സംരക്ഷണം നിലനിർത്തി പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ കഴിഞ്ഞ മാസമുണ്ടായ ചർച്ചയുടെ ഭാഗമായിട്ട് കളക്ടറേറ്റ് വിളിച്ച ചർച്ചയിൽ തൊഴിലാളി നേതാക്കളൊക്കെ ഇരുന്ന് ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അത് ഇല്ലാത്തൊരവസ്ഥയും കാര്യങ്ങളും വന്നു. ആ അടിസ്ഥാനത്തിൽ കിൻഡൽ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് കൂലി തരുക എന്ന ഓർഡർ വന്നു. ആ ഓർഡറിൻ്റെ പ്രകാരം 1.5 മാസമായി ഞങ്ങൾ വർക്കെടുത്തുകൊണ്ട് തന്നെ സമരത്തിലാണ്. ഇതുവരെയായി കൂലി വാങ്ങാതെയാണ് ഞങ്ങൾ വർക്കെടുത്തിട്ട് വർക്ക് കാർഡ് മുറിക്കാതെയാണ് ഈ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ മാസം 31-ാം തീയതിയാണ് നാളെ. ഇന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വർക്ക് കാർഡ് കൊടുക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ ഇതിനൊരു പരിഹാരം കാണണമെന്ന രീതിയിലാണ് ഞാൻ ഇന്ന് രാവിലെ യൂണിയൻ്റെ നേതാക്കന്മാരും ഒക്കെ ഇവിടെ AMൻ്റെ അടുത്ത് വന്നത്. AMനെ പലതവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ ഞാൻ പറയാം, പിന്നെ ആറന്മാർ സംസാരിക്കുക, ഇങ്ങനെ പല വിധത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ മടക്കുകയാണ് ചെയ്തത്. ഞങ്ങളെ ഈ സമരത്തിൻ്റെ കാര്യങ്ങളായി ബന്ധപ്പെട്ട് പലതവണ വന്നപ്പോൾ ഞങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും AM ഞങ്ങളെ വിളിക്കുന്ന സ്ഥിതി പോലും ഉണ്ടായിട്ടില്ല. അത്തരത്തിന് പ്രകാരം ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ ഒരു വിധത്തിലും ഞങ്ങൾക്ക് സംസ്ഥാന ഗവൺമെൻറ് ഉത്തരവ് എന്താണോ അത് വെച്ചു പോകാൻ മാത്രമേ സാധിക്കൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ സംസ്ഥാന ഗവൺമെൻറ് വെച്ച ഉത്തരവും പാലിക്കാത്തൊരു സ്ഥിതിയാണ് ഇന്നിവിടെ നിലനിൽക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഇത്ര നാളും എടുത്തുകൊണ്ട് ചാക്കടിസ്ഥാനത്തിലായിരുന്നു. ആ ചാക്കടിസ്ഥാനത്തിൽ കൂലി തരാൻ പറഞ്ഞു, അതും തരുന്നില്ല. ഇപ്പോൾ അയാൾ പറയുന്നതെന്ന് വെച്ചാൽ എത്രയാണോ അരി വരുന്നത് ആ അരിയുടെ തൂക്കം മാത്രം
കൂലിയായി തരാം, അല്ലാതെ ചാക്ക് നിങ്ങൾ തൂക്കത്തിൽ പെടില്ല എന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഗവൺമെൻറ് എന്താണ് ഓർഡർ ഇട്ടത് അത് പ്രകാരം ഞങ്ങൾക്ക് കൂലി കിട്ടണം. ആ കൂലി കിട്ടുന്ന രീതിയിൽ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകും. ഞങ്ങൾ ഇതുവരെ എടുത്ത വർക്കാർഡ് ഒരു മാസം 1.5 മാസത്തെ വർക്കാർഡ് മുറിക്കാറുണ്ട്. ആ വർക്കാർഡ് ആ അടിസ്ഥാനത്തിൽ മുറിക്കുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് സമരവുമായി മുന്നോട്ട് പോകും. ആ രീതിയിലുള്ള സമര പ്രഖ്യാപനവുമായിട്ടാണ് ഞങ്ങളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്.